ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ഹെയർ ഗ്രോത്ത് സീറമാണ്. അത് നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് ഉള്ള, മുടിയിലൊന്നും അങ്ങനെ സ്റ്റിക്കിയൊന്നും ആവാത്ത തരത്തിലുള്ള ഒരു സീറമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സിറമൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇപ്പം മുടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി വളരണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ മുടി ചീകാൻ ഉപയോഗിക്കുന്ന കോമ്പ് വളരെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ വിചാരിക്കും മുടി ചീകാനല്ലേ, അപ്പോൾ ഏതൊരു രീതിയിലുള്ളതായാലും മതിയെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ സ്കാൽപ്പിനൊക്കെ നല്ല ഒരു ബ്ലഡ് സർക്കുലേഷൻ വരുന്ന രീതിയിലുള്ള ബ്രഷസ് ഒക്കെ കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. അങ്ങനെയുള്ളത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ആ സ്കിന്നൊന്നും മുറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ നല്ല ഒരു കണ്ടീഷൻ ചെയ്ത് വെക്കാനായിട്ടൊക്കെ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചില ചീപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് കൊഴിയും, അതുപോലെ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം, മുറിവുകളൊക്കെ ഉണ്ടായി അത് ഇൻഫെക്ഷനൊക്കെ ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ. കാരണം അവരുടെ സ്കാൽപ്പിലെ സ്കിന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ ഹെയർ കെയർ വീഡിയോസിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു റിവേഴ്സ് മെത്തേഡിൽ മുടി ചീകണത്. കാരണം മുന്നോട്ടിട്ടിട്ട് ബാക്കിൽ നിന്ന് നമ്മൾ മുൻവശത്തേക്ക് ചീകി കൊടുക്കുന്നത് വളരെ നല്ല ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്. സോ അപ്പോൾ ഇനി നിങ്ങളെ ഒരുപാട് ഞാൻ ബോറടിപ്പിക്കണില്ല. ഞാൻ എങ്ങനെയാണ് നമ്മൾ സീറം ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സീറം ഉണ്ടാക്കാനായിട്ട് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂൺ അശ്വഗന്ധയുടെ പൊടിയാണ്. അതേ അളവിൽ തന്നെ നെല്ലിക്ക ഉണങ്ങി പൊടിച്ചതാണിത്. അപ്പോൾ ഈ പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് പച്ചനെല്ലിക്ക വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ഉണക്കി പൊടിച്ചതാണ്. അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഒന്നും ആഡ് ചെയ്യാത്ത അലോവേര ജെല്ലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ അല്ലാതെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഇതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സെയിം ആണ് കേട്ടോ, നമ്മൾ നേരത്തെ എടുത്ത അതേ അളവിൽ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടി തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ അവസാനമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് റോസ്മേരി എസൻഷ്യൽ ഓയിലാണ്. ഒരു 4-5 തുള്ളി റോസ്മേരി എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ടൈറ്റുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത ഒരു രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ ഫ്രഷ് ലീവ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറയാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ലീവ്സാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാൻ നേരത്തെ തേങ്ങ അരക്കില്ലേ മിക്സിയിൽ, അതിൻ്റെ കൂട്ടത്തിൽ എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷം പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ സത്ത് കിട്ടുകയും ചെയ്യും. ഇതേ ഒരു രൂപത്തിൽ കിട്ടും. അപ്പോൾ ഫ്രഷ് അലോവേര ആണെങ്കിലും അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു കുപ്പിയിലാക്കിയിട്ട് ഒരു 3-4 ദിവസം വരെ കേടാകാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കാരണം എല്ലാ ഹെയർ പാക്കുകളൊന്നും അപ്ലൈ ചെയ്യുന്നത് പോലെ വളരെ സ്റ്റിക്കി അങ്ങനെയുള്ള ഒരു രീതിയിലല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നല്ല രീതിയിൽ നമുക്ക് തലയൂട്ടിയിൽ പറ്റിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ഇറിറ്റേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല നല്ലൊരു തണുപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് കുട്ടികൾക്ക് തൊട്ട് പ്രായമായവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. മസ്റ്റായിട്ട് കുട്ടികൾക്ക് ചെറുതിലെ തൊട്ടേ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നെല്ലിക്ക അതുപോലെ തന്നെ കറിവേപ്പില ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുടി വളരാനായിട്ടും അതുപോലെ മുടിക്ക് നല്ല കറുത്ത കളറൊക്കെ കിട്ടാൻ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെയാണ് അശ്വഗന്ധ ഉറപ്പായിട്ടും ഒരു 30 കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഉറപ്പായിട്ട് യൂസ് ചെയ്യുക. കാരണം നമ്മളുടെ മുടി നരയ്ക്കുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡാൻഡ്രഫ് ഒക്കെ മാറ്റാനും ഒക്കെ ഒരുപാട് ഇഫക്റ്റീവാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തേങ്ങാപ്പാലായാലും ഒക്കെ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. മുടി നല്ല ഒരു ഷൈനിങ് അതുപോലെ തന്നെ കണ്ടീഷൻ ചെയ്ത് നിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ നോക്കുക. ഞാൻ പിന്നെ പറഞ്ഞു, ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തേങ്ങയുടെ കൂടെ ഇട്ട് അരച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ മുടി ഇങ്ങനെ മാറ്റിയിട്ട് തലയൂട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇത് അങ്ങനെ വെക്കുക. മുടിയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കാരണം ഇത് മെയിനായിട്ട് നമ്മുടെ ഹെയർ റൂട്ട്സിലും സ്കാൽപ്പിലുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ, ഷാംപൂ കണ്ടീഷണർ അങ്ങനെ ഒന്നും ചെയ്യേണ്ട, പ്ലെയിൻ വാട്ടറിൽ കഴുകിക്കളയാം. അപ്പോൾ ആഴ്ചയിൽ അടുപ്പിച്ച് 2 ദിവസം ചെയ്യണം, അത് മസ്റ്റാണ്.
അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടേ ഒരു 4-5 ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അധികമാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ അടുപ്പിച്ചൊരു 3-4 ദിവസം ചെയ്തെന്ന് വെച്ചിട്ടും പ്രോബ്ലം ഇല്ല. പക്ഷെ കുറഞ്ഞതൊരു അടുപ്പിച്ച് 2 ദിവസമെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, ഞാൻ അതിന് മറുപടി തരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.